ഈ സെക്ഷനിൽ സബ്സ്പേസ് ബേസിസ് ഡിപെൻഡൻസ് എന്നൊക്കെ പ്ലസ് ടു ചെയ്യാൻ നോക്കും. നമുക്ക് ഓരോ ബേസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സൈഡിൽ സബ്സ്പേസ് ഏതാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഫീൽഡിൽ വി വെക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഈ വി വെക്ടറിൻ്റെ ഒരു സബ്സ്പേസ് ആണ് കെ. അപ്പോൾ നമുക്ക് ഒരു ഇതിൻ്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡബ്ല്യു എന്ന് കഴിഞ്ഞാൽ എൻ ഡൈമെൻഷൻ വെക്ടർ സ്പേസ് വിയുടെ ഉപസ്പേസിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് പഠിക്കുന്നത്. തേർഡ് പാരഗ്രാഫിൽ നമുക്കതിൻ്റെ ഒരു എ മാട്രിക്സിൻ്റെ റാങ്കിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇത് എന്തിന് തുല്യമായിരിക്കും. അതായത് എയുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് റോ ഉണ്ടല്ലോ, എയുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് റോയ്ക്ക് അതേപോലെ തന്നെ എയുടെ റോ സ്പേസിൻ്റെ ഡയമെൻഷനുമായിട്ട് തുല്യമായിരിക്കും. ഇത് ഈ സൈഡിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി. നമ്മൾ ഈ സൈഡിൽ നമ്മൾ നോക്കുന്നത് ഒരു എക്സാമ്പിൾ ആദ്യം നോക്കുന്ന എക്സാമ്പിൾ. അതായത് ഈ എന്ന് പറയുന്ന വെക്ടർ 2 ഡൈമെൻഷൻ, ഈ എന്ന് പറയുന്ന വെക്ടർ 6, 4, 2 3 ഡൈമെൻഷൻ വെക്ടർ. അപ്പോൾ W 9 2 7 ആണോ ചെക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ W നമ്മളിപ്പോൾ 4 -1 8 ഈ ലീനിയർ കോമ്പിനേഷൻ ലീനിയർ കോമ്പിനേഷൻ അല്ല മനസ്സിലാവും. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 9.7 സ്കെറ്റ് K1 1 2 -1 K2 6 4 2 6 K2 2 K1 plus 4 K2 minus K1 plus 2 K2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അവസാനം ചെക്ക് ചെയ്യാം. W minus 3 plus 2 നമുക്ക് ഈ ചെറിയ പ്രൊസീജിയറിലൂടെ നമുക്ക് K1 plus 6 K2 4 2 K1 plus 4 K2 minus K1 plus 2 K2 എന്നിവയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത് 4 - 1 8 എന്നുള്ളതാണ് W എന്ന് നമുക്ക് മനസ്സിലാവും. ഈ സെക്ഷനിൽ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ബേസിക് ഇൻഡിപെൻഡൻസ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഇതിലിപ്പോൾ ഡിറ്റർമിനൻ്റ് ഉണ്ടല്ലോ, വെക്ടർ V1 V2 V3 വെക്ടർ. ഈ ഡിറ്റർമിനൻ്റ് ഈ മാട്രിക്സിൽ ഡിറ്റർമിനൻ്റ് 0 ആണ്. അത്രയും നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് K1 K2 K3 എക്സിസ്റ്റ്, നമുക്കതിനൊരു എക്സിസ്റ്റ് ചെയ്യുന്നത് തെളിയിക്കാനുള്ളൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് നോക്കാൻ പറ്റുന്നു. സ്ലൈഡുകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വെക്ടറുകൾ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലെന്ന് നോക്കാനാണ് ഉള്ള സമവാക്യങ്ങളാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ താഴത്ത് നോട്ട് നോക്കാം. K1 -1/2 T K2 1/2 -1/2 K3 T. ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് V1 എന്നുള്ളതും V2 എന്നുള്ളതും V3 എന്നുള്ള മാട്രിക്സ് ലാസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കാം. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും. ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ K1 ഇതേപോലെ തന്നെ 1 - 2 3 K2 5 6 - K3 ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ നേരത്തെ സൈഡിൽ പറഞ്ഞത് എല്ലാം 0 ആയിരുന്നു, 0. അപ്പോൾ ഇതിൻ്റെ 3 നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ കോഎഫിഷ്യൻറ്റ് അൺനോണാണ്. ഈ ലീനിയർ ആൾജിബ്രയിൽ ബേസുകൾ ഇൻഡിപെൻഡൻസ് ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമുക്ക് കിട്ടിയത് ഈ ഒരു പ്രൊജക്റ്റിൽ. കൂടുതൽ നമ്മൾ ഇനി മറ്റ് ടോപ്പിക്ക് മറ്റ് സെക്ഷനുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.